എവരിവൺ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ നാരങ്ങയുടെ തൊലി കൊണ്ടുള്ള ഇങ്ങനെ നുറുക്കിയെടുക്കണം. ഇങ്ങനെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഗ്യാസിൽ പാൻ വെക്കാം. പിന്നെ ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകട്ടെ. ഉലുവ, കടുക്, ഈ വറ്റൽമുളക്, കരിയാപ്പില, ഈ പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഓണിയൻ, കായം, ചെറുതാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച്, നല്ലപോലെ വേണ്ടൊക്കെ ഇതിനകത്ത് ഓറഞ്ചിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, സാമ്പാർ പൗഡർ 1 സ്പൂൺ, ചില്ലി പൗഡർ 1 സ്പൂൺ, പുളിവെള്ളം ഒഴിക്കണം, ആവശ്യമുള്ള ഉപ്പ്, ശർക്കര 1 സ്പൂൺ ചേർക്കാം. ഒരു അടപ്പിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക അങ്ങനെയുണ്ട്. പുളിവെള്ളം നമുക്കിച്ചിരി വറ്റണം. വറ്റിയിട്ടില്ല, ഇങ്ങനെ തന്നെയുണ്ട്. ഒരു 2 മിനിറ്റ് കൂടി വയ്ക്കാം. കുറച്ചും കൂടി ഈ സൈഡൊക്കെ എണ്ണ പിരിഞ്ഞ് വരണം. അതുവരെ നമുക്ക് വയ്ക്കാം. ഒരു 2 മിനിറ്റ് കൂടി. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. പുളിവെള്ളം കുറേ ഇങ്ങനെ വറ്റിയിട്ടുണ്ട്. ഈ സൈഡിൽ കൂടിയൊക്കെ എണ്ണ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പോ ഇല്ല ആവശ്യമുള്ള എരിവെല്ലാം വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് കറി റെഡിയായിട്ടുണ്ട്. കാണാൻ എന്തൊരു ഭംഗിയില്ലേ. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി, ഇഡ്ഡലി, ദോശ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനുള്ള കറിയാണ്. ഇത് നമുക്കൊരു 10 ദിവസം വെച്ചാലും കേടുവരില്ല. കാരണം നമ്മൾ നല്ലോണം ഇങ്ങനെ വഴറ്റിയെടുത്ത് കാരണം ഇത് നല്ല 10 ദിവസം നിൽക്കും നമുക്ക്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. താങ്ക് യു.